ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം. NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ ആഴ്ചത്തെ നിലപാടിലേക്ക് സ്വാഗതം. പ്രധാനമായും വയനാട് ദുരന്തം, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് വീണ്ടും ഈ പോയ വാരത്ത് വലിയ സജീവ ചർച്ചയായി നിന്നിട്ടുള്ളത്. ദുരന്തം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരാകട്ടെ കേന്ദ്രത്തെ കുറ്റപ്പെടുന്നു, കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അതിൽ ഒരു വിഷയം എന്താണെങ്കിൽ, ഒന്ന് നമ്മളടക്കം അതിന് പറഞ്ഞാണ്. തീർച്ചയായിട്ടും അന്ന് ഈ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട NCP ആണ്. മാത്രമല്ല, ശ്രീ പ്രഫുൽ പട്ടേൽ വഴി ആ റിക്വസ്റ്റ് കൊടുക്കുകയും അദ്ദേഹം അത് പാർലമെൻറ്റിൽ തന്നെ അന്ന് ലോക്സഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിന് ശേഷമാണ് പിന്നീട് പ്രൈം മിനിസ്റ്റർ വിസിറ്റൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് പ്രൈം മിനിസ്റ്റർ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വന്നപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തു, ആളുകളെ കണ്ടു. അപ്പോൾ തീർച്ചയായും കാരണം വലിയ ദുരന്തമായിരുന്നല്ലോ, അതിന് തക്കതായ ഒരു പാക്കേജ് കേന്ദ്രത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം എന്താണെങ്കിൽ, കേന്ദ്രം പറയുന്നതാണെങ്കിൽ ഓൾറെഡി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഓൾറെഡി ഫണ്ടുണ്ട്, കോടികളിലൂടെ കിടക്കുകയാണ്. പക്ഷേ അത് മറ്റു പലതിനും കൂടിയിട്ടാണല്ലോ ഇതിന് വേണ്ടി പ്രത്യേകം നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആ പേര് പറഞ്ഞ് ഒഴിയുന്നു. 75 കോടി മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഇപ്പോഴും പറയുന്നത് അതിൻ്റെ പ്രോസസ്സിലാണ്, നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്രവും കേരളത്തെ പെടുന്നു. കാരണം ഒരു വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ. ഇപ്പോൾ ലൈഫിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു. ലൈഫിൻ്റെ ഇപ്പോൾ ഒന്നിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല. മുൻപ് കിഫ്ബിയുടെ ലൈഫായിരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കിഫ്ബി ഫണ്ടും കൂടി ഈ പറയുന്ന കടമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ആഡ് ചെയ്തപ്പോൾ കിഫ്ബി അതൊന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ സർക്കാർ അതെല്ലാം ഈ തിരിച്ചടയ്ക്കേണ്ട കടങ്ങളുടെ ബാധ്യതയായിട്ട് വരികയാണ്. ആ അവസ്ഥ തന്നെയാണ് സെൻട്രലിലും. ഈ സെൻട്രൽ ഗവൺമെൻറ്റും പല സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ചിലതിൻ്റെ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം ആന്ധ്രാപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും പ്രതീക്ഷയ്ക്കപ്പുറം ഉള്ള പല ഓഫേഴ്സും കൊടുത്തു. ഈ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു മാനേജ് പോണ്ടേ. കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. സത്യത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും ഞങ്ങൾ വലിയ പൊസിഷനാണ് മറ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കടത്തിലാണ്. കടത്തിൻ്റെ മുകളിൽ കടം വാങ്ങിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പലതും ചെയ്യുന്നത്. പക്ഷേ അതൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ളതിലേക്കല്ല ഈ പറയുന്ന അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ കടമെടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഫണ്ട് ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നത്, അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റു പലരിലേക്ക് പോകുന്നു. അപ്പം അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഭൂമി തരം മാറ്റം 1510 കോടി ഓൾറെഡി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതി പോലും പറഞ്ഞു 4 ടേമായിട്ട് 4 ക്വാർട്ടറായിട്ട് ആ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഈ കേരളമുള്ളത്, അതേപോലെ തന്നെയാണ് കേന്ദ്രമുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് ഇത്തരം ദുരന്തങ്ങളെ കേന്ദ്രം സഹായിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ ദുരന്തത്തിന് ശേഷം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ധനസഹായം എല്ലാ മേഖലകളിൽ നിന്നും, രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകളൊക്കെ വലിയ സഹായഹസ്തം കേരളത്തിന് നേരെ നീട്ടുകയുണ്ടായി. ആ തുക പോലും അതൊരു വലിയ തുക തന്നെ, അതിൻ്റെ കണക്കുകളൊക്കെ സർക്കാർ പുറത്തുവിടും. പക്ഷേ ആ തുക പോലും വേണ്ട പോലെ വിനിയോഗിക്കുന്നില്ലല്ലോ. അല്ല, ഇവിടെ പ്രശ്നം ഇതാണ്. അതിനു വേണ്ടി വിനിയോഗിച്ചാൽ ആ തുക ഓൾറെഡി അവിടെ വെച്ചിരിക്കുകയാണ്. അത് വിനിയോഗിച്ചാൽ പിന്നെ മറ്റിന് പൈസ കിട്ടില്ലെങ്കിലോ. അപ്പോൾ കിട്ടാനുള്ള മാക്സിമം കിട്ടട്ടെ, എന്നിട്ട് ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഈ വകമാറ്റലാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ സാധാരണ മാർച്ച് വരുമ്പോഴാണ് ഇത്തരത്തിൽ ട്രഷറിയിൽ കുറച്ചൊരു സാമ്പത്തികത ഒഴിവാക്കാനായിട്ട് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഡിസംബർ ആകുമ്പോൾ തന്നെ അത്ര നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു പലതിലും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ ദുരന്തമുഖത്ത് ഇപ്പോൾ NCP ഉൾപ്പെടെ NCPയുടെ ഭാഗത്തുനിന്നും ദുരന്ത മേഖലയെ ഒരുപാട് സഹായങ്ങളും മറ്റും എത്തിച്ചിട്ടുണ്ട്. അപ്പം NCP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് സാമുദായിക പൊതുസംഘടനകളൊക്കെ ഈ ജനതയ്ക്ക് വേണ്ടി മുന്നോട്ട് നിന്നു. ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്യേണ്ട ഒരു കടമ മാത്രമാണോ വയനാട്ടിലെ പുനരധിവാസമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലല്ല, അവിടുത്തെ ആളുകൾ ഇപ്പോൾ ഇന്ന് കാലത്ത് ഒരു TV ചാനലുകളെടുത്ത് കാണിക്കുന്നതാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയ കിറ്റ് ഈ മാസം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അവരെല്ലാം വീട് വിട്ട് പലയിടത്തായിട്ട് ഇതാണ്, അവർക്ക് കിറ്റുകൾ കിട്ടുന്നില്ല. അപ്പം അതിനുമുമ്പ് ഇലക്ഷൻ സമയത്തുണ്ടായത് കിട്ടിയ കിറ്റ് തന്നെ വളരെ മോശമാണെന്നുള്ള ഇതൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്നത് അവരെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്.
മനസ്സിലായോ? അതിന് സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം. അപ്പോൾ അതിൽ ഏതെല്ലാം നിലയ്ക്ക് ഇപ്പോൾ ഇത്തരത്തിൽ കിട്ടിയ സഹായങ്ങളും ഓൾറെഡി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് ഇവിടെ ഉള്ള സംഖ്യയാണെങ്കിൽ അതിന്നൊരു ഭാഗമേലും എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇതാണ്. മാത്രമല്ല ഏകോപനം സർക്കാരിന് സൈഡുന്നുണ്ട്. ഇപ്പോൾ പലരും പലതും ഓഫർ ചെയ്തിട്ടുണ്ട്, ഇത്ര വീടുകൾ കൊടുക്കാമെന്നും മറ്റൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും സർക്കാർ ഏകോപനമില്ലെങ്കിൽ ചിലരൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ മറ്റു പലരും വെറുതെ എന്ന് പറയുന്ന ഇവിടെ എത്രയോ അതുപോലത്തെ വാഗ്ദാനം നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന യാഥാർത്ഥ്യമാക്കാൻ പലരും കഴിഞ്ഞിട്ടില്ല, പല രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം അത് സർക്കാർ ആ ഒരു ഏകോപനം നടത്തേണ്ടതുണ്ട്. ഈ വയനാട് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലും പാളിച്ചകൾ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സർക്കാർ പറയുന്നത് ചെയ്യുന്നതിൻ്റെ അപ്പുറം അവർ പോകുമോ? ഇനീഷ്യേറ്റീവ് ആരാ വേണ്ടത്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരിൽ നിന്ന് കിട്ടുന്നെങ്കിൽ മോളിൽ നിന്ന് അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഓർഡേഴ്സ് ഇല്ല. അവരും അവിടുത്തെ അന്നത്തെ ദുരന്തം കഴിഞ്ഞപ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അവർ പോയി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ പെർഫെക്റ്റായിട്ട് ഒരു പ്രോജക്റ്റായിട്ട് അത് നൽകിക്കൊണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവിടെ അടുത്ത് KPCC പുനഃസംഘടന വലിയ ചർച്ചയായി വരുന്നു. ഡൽഹിയിലാണ് നേതാക്കൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. മുഖം മിനുക്കിയത് കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ട്? മുഖം മിനുക്കൽ എപ്പോഴും ഉള്ളതാണല്ലോ. അതിപ്പോൾ സാധാരണ നമ്മൾ കുളി കഴിഞ്ഞാൽ ഒന്ന് പൗഡർ ഇട്ട് സ്വന്തം മുഖം മിനുക്കുന്നമാരുള്ളത് മാത്രമേ അതുകൊണ്ടുള്ളൂ. പിന്നെ വീണ്ടും ഈ പറയുന്ന അടുത്ത ദിവസം വീണ്ടും ഇത് മിനുക്കേണ്ടി വരികയാണല്ലോ. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേണം. മനസ്സിലായോ? കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം. അതിന് മാറ്റങ്ങൾ അനിവാര്യമാണ്. എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഒരു കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെ ഈ പാർട്ടി സജ്ജമാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുഖം മിനുക്കലാണോ, അല്ല വെറുതെ മുഖം മിനുക്കൊണ്ട് കാര്യമില്ല. അത് ടോട്ടലായിട്ടുള്ളൊരു ചേഞ്ചാണ് ആവശ്യം. ഇവിടെ CPM-നെ സംബന്ധിച്ച് അവരുടെ സമ്മേളന കാലമാണ്. പല സമ്മേളനങ്ങളും തിരുവല്ലയിലാവട്ടെ തിരുവനന്തപുരത്താവട്ടെയൊക്കെ വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം പൂണിത്തറ മണ്ഡലത്തിലും തമ്മിൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. CPM മുമ്പൊരു കാലത്തും ഇല്ലാത്ത അത്രത്തോളം തർക്കങ്ങളും സംഘർഷങ്ങളും നടക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് ആ നേതൃത്വത്തിൽ തെറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അണികൾ അവരനുസരിക്കില്ല. നേതൃത്വം സ്ട്രോങ് ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നു, പറയുന്ന കാര്യങ്ങൾ പാർട്ടിയുടേതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അണികളും അനുസരിച്ച് നിൽക്കും. കാരണം എന്താ, മറ്റത് ഒരു നേതൃത്വം തെറ്റ് ചെയ്യുന്നു, അവർക്ക് പോലും മറ്റു പല കാര്യങ്ങൾ വിശദീകരിക്കാനോ പറയാനോ കഴിയാതെ വരുമ്പോൾ പിന്നെ ഞങ്ങൾക്കെന്താ, ഞങ്ങൾ അണികളും അതുപോലെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് CPM-ൽ ഉണ്ടായിരുന്നില്ല, CPM-ൽ ഇപ്പോൾ ആയിക്കഴിഞ്ഞു എന്നതാണത് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-യെ സംബന്ധിച്ച് BJP-യുടെ അധ്യക്ഷൻ മാറിയ പ്രശ്നങ്ങൾ തീരുമോ BJP-യിൽ? അതുകൊണ്ട് മാത്രം അധ്യക്ഷൻ എത്രയോ കാലങ്ങളായി ഈ അധ്യക്ഷന്മാർ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് ഒരു പാർട്ടിയുടെ കൃത്യമായി ഏതൊരു പാർട്ടിയാണെങ്കിലും ചില അധ്യക്ഷന്മാർ വന്നാൽ തീർച്ചയായും അവർ കഴിവുള്ള ആളുകളാണ്. പാർട്ടി മുന്നോട്ട് നയിക്കാൻ കൃത്യതയോടുകൂടി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ താല്പര്യങ്ങളും പാർട്ടി താല്പര്യങ്ങളും ആ ഒരു കമ്മിറ്റ്മെൻറ്റുള്ള ചില ആളുകളുണ്ട്. അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞാൽ ഈ അച്ചടക്കത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുന്നതിൽ നിന്നും മാറി പാർട്ടികളിലെ പലരും ഇപ്പോൾ ഇന്ന് കാലത്ത് വന്നെന്താണെങ്കിൽ രമേശൻ 9 കോടി മറ്റൊരു മെഡിക്കൽ കോളേജിന് വേണ്ടി വാങ്ങിച്ചു എന്നുള്ളത് നസീർ അവിടെ ഒരു മുൻ സെക്രട്ടറി തുറന്നു പറയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ ഈ സംശയാലുക്കളായ നേതാക്കൾ ആരെങ്കിലും പിന്നീടും വന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ രമേശ് ഉദ്ദേശിച്ചിട്ടില്ല അല്ലാതെ ആരും തന്നെയാണെങ്കിലും പുതിയ ആൾ വരുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ബാക്ക് ഹിസ്റ്ററി ഈ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് പറ്റില്ല. അപ്പോൾ അതിനൊരു ക്ലീൻ ഇമേജുള്ള പാർട്ടിയെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾ വന്നതിൽ മാത്രമേ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഏത് പാർട്ടിയാണെങ്കിലും. നമ്മൾ പുനഃസംഘടനയെ പറ്റി പറയുകയായിരുന്നല്ലോ. ഇപ്പം വീണ്ടും NCP-യുടെ സംസ്ഥാന അധ്യക്ഷനായി കടന്നുവരിക്കുന്നത്. NCP-യെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രതിസന്ധി കാലത്താണ് അങ്ങ് NCP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേക്കുന്നത്. അപ്പം പോയ ഒരു കാലമെന്ന് പറയുന്ന സംഘടനാ പ്രവർത്തന ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തിപരമായും രാഷ്ട്രീയം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു? അല്ല, ഞാൻ
NCPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ടാണ് വരുന്നത്. അതായത് താൽക്കാലികമായിട്ട് കേരളത്തിൻ്റെ ചാർജ് തരേണ്ടത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വെല്ലുവിളിയുള്ള സമയമാണ്. കാരണം അന്ന് NCP രണ്ടായിട്ടില്ല. ഒറ്റ ഇതിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിൽ ഇന്നത്തെ രൂക്ഷമായ ഇത്തരം പ്രശ്നങ്ങൾ നടുവിൽ എത്തിയിട്ടില്ല അന്നത്തെ. അപ്പോൾ അന്ന് PC ചാക്കോക്കെതിരെയുള്ള ഒരു പ്രശ്നം PSC അഴിമതിയും ബാക്കിയുള്ളതൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പം അന്ന് ഞാൻ അതിന് ശേഷമാണ് ഈ സ്പ്ലിറ്റ് വന്നപ്പോഴാണ് എന്നോട് ഈ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ പറയുന്നത്. തീർച്ചയായും അന്ന് എൻ്റെ കൂടെ ആരുമില്ല, മനസ്സിലാവും. അറിയുന്ന കുറച്ച് സുഹൃത്തുക്കളും ആ പാർട്ടിയിലുള്ള ഇതുപോലെ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഈ ചാക്കോടുള്ള എതിർപ്പ് കൊണ്ട് പുറത്തു വന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനത് വളരെ കൃത്യമായിട്ടാണ് 14 ജില്ലകളിലും പാർട്ടി കെട്ടിപ്പടുക്കുന്നതും. മാത്രമല്ല ഇവിടെ LDFിൻ്റെ ഭാഗമായിരുന്ന അത് ഞങ്ങൾ അകറ്റി നിർത്തി ഇലക്ഷനോ ബാക്കിയുള്ളതിലേക്കോ എത്തിയാതെ നിർത്തുകയും എന്നാൽ അപ്പുറത്ത് JDS അവരെ കൂടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും, മനസ്സിലായോ? JDUവിൻ്റെ അതെടുത്തു കഴിഞ്ഞാൽ അറിയാലോ, അവരപ്പുറത്ത് ഓൾറെഡി NDയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ആ പാർട്ടിയെ ഒരു മതേതര മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മഹാരാഷ്ട്രയിലൊരു അലയൻസ് ഉണ്ട് മറ്റുണ്ടെങ്കിൽ ഇപ്പോൾ കാശ്മീരിൽ അതിന് തൊട്ട് മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളത്, ജാർഖണ്ഡിലൊക്കെ ഒറ്റയ്ക്ക് ഈ ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മറ്റു സ്ഥലത്ത് പോകും, ലക്ഷദ്വീപിൽ അതുപോലെ തന്നെയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്ത തീരുമാനം എന്താണെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഭരണം വളരെ കൃത്യമാണ്. എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതേതര സംഘടനയായിട്ട് പോകുന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു വിഭജനം വന്നപ്പോൾ NDയുടെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കേണ്ടി വന്നു എന്നുള്ള ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെയും വന്ന ജനവിധി എന്താ? ഇത് ജനങ്ങൾ ഈ പറയുന്ന അവിടുത്തെ മൈനോറിറ്റി അടക്കമുള്ള ആളുകൾ, അതായത് അജിത് പവാർ വിഭാഗത്തിനെ അതിൻ്റെ കൂടെ നിന്നു. മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്, അവിടുത്തെ ഈ അജിത് പവാർ വിഭാഗത്തിൻ്റെ ഇത് ശരിയായ NCP കൂടെ നിന്നിരുന്ന മൈനോറിറ്റികൾ ചിലർ അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതെ, കാരണം അവർക്ക് ഈ മൈനോറിറ്റീസ് കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവർ സ്വതന്ത്രമായി മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് അവർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. 4 പേര് അങ്ങനെ മത്സരിച്ചു. ആ 4 പേരും തോറ്റു. മഹാരാഷ്ട്രയിലുണ്ടായത്. അതേസമയം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച മറ്റു പലരും മൈനോറിറ്റി ഉള്ളവരാണെങ്കിലും അവർ പോലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വ്യക്തത ഉള്ളതാണ്, മനസ്സിലായോ? അവിടെ മാത്രമേ ഇതുള്ളൂ. കേരളത്തിൽ ഞങ്ങൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ എല്ലാ ജില്ലകളിലും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും, ഞങ്ങൾ മാത്രമാണ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഞങ്ങളാണ്. അത് ജില്ലാ പ്രസിഡന്റ്മാരെ അപ്പോയിൻ്റ് ചെയ്തു. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി എന്നെ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പാർട്ടിയുടെ ചിഹ്നം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്, ജനങ്ങളും അതിൻ്റെ കൂടെയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഒരിക്കലും ഒരു NDയുടെ ഭാഗമായിട്ടുള്ളതായിട്ടല്ല നിൽക്കുന്നത്, ഒരു മതേതര മുന്നണിയുടെ ഭാഗമായിട്ടാണ്. മുന്നണിയില്ലെങ്കിലും ഞങ്ങൾ അത്തരത്തിലാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വരും കാലങ്ങളിൽ തീർച്ചയായും അത് തെളിയിക്കുന്നതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് കൂടിയാണല്ലോ ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിനും രാഷ്ട്രീയ സംഘടനയ്ക്കും അഭികാമ്യമായിട്ടുണ്ടാവുക. ഇവിടെ NCP സംബന്ധിച്ച് പല ജില്ലകളിലും വലിയ മുന്നേറ്റം NCPക്ക് സമീപകാലത്ത് ഉണ്ടാക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് NCP ഒരു ഘട്ടത്തിലൊരു സമരം എടുക്കുന്നു. ഒരു ജാഥ പോലൊരു വലിയ സമരം ഇടുക്കി ജില്ലയുടെ നല്ലൊരു ശതമാനം പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. തുടർച്ചയായിട്ട് സംസ്ഥാന അധ്യക്ഷൻ്റെ തന്നെ ഒരു മുഴുവൻ സമയ നിരാകാര സമരം വരുന്നു. അത്തരത്തിൽ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അതിന് തുടർച്ച ഉണ്ടാകുന്നു. ഇനി അങ്ങോട്ടുള്ള NCPയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ളൊരു സമീപനമായിരിക്കും സ്വീകരിക്കുക? അല്ല, ഒരു സംശയവും വേണ്ട. ഇന്നത്തെ മുഖ്യമായ പ്രശ്നം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിൽ വളരെ രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നു. അതുമാതിരി ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഇപ്പോൾ മിക്കവാറും ഇന്ന് ഡിക്ലറേഷൻ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. വിലക്കയറ്റം ചെറുതൊന്നുമല്ല, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, മനസ്സിലായോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ശ്രീ P. രാജീവിൻ്റെ ഉണ്ടായിരുന്നു. അതായത് അവകാശപ്പെട്ട് തന്നെ ലഭിക്കുന്നതിന് അതിന് കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് അഴിമതിയായിട്ട് കണക്കൂട്ടാന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ട്രാക്കോ കേബിൾസിലെ CIT യൂണിയൻപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്.
മനസ്സിലായി. അത് കൃത്യസമയത്ത് ഈ പറയുന്നത് ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതായത് അങ്ങനെയാണെങ്കിൽ അത് ഉത്തരവാദി അദ്ദേഹമാണ്, അദ്ദേഹം രാജിവെക്കണമെന്നുള്ളൊരു ഇത് ഈ ട്രേഡ് യൂണിയൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയതുകൊണ്ടോ ഒന്നും സൊല്യൂഷനാകുന്നില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടീകോമിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത്. ടീകോമിന് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് എന്തിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, മനസ്സിലായി. അപ്പോൾ സ്ഥലക്കച്ചവടങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ഇപ്പോൾ തരം മാറ്റുന്ന പറയാം 1510 കോടി ഉണ്ടാക്കി സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാർ പുതിയ പുതിയ ഇത്തരത്തിലുള്ള പലതും കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി വരുമാനം കൂട്ടി എങ്ങനെയും ഈ ചെലവിനെ മാച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ടും കടങ്ങൾ തീരുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ശമ്പളം കൃത്യം കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രൂക്ഷമായ അവസ്ഥയിലാണ് പോകുന്നത്. ഇവിടെ വ്യാവസായിക മന്ത്രി പലപ്പോഴും പല ഘട്ടങ്ങളിലും പറയുന്നത് കേരളത്തിൽ വലിയ തരത്തിലുള്ള വ്യാവസായിക വിപ്ലവം നടക്കുന്നു. ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്ന വ്യാവസായിക വിപ്ലവം എങ്ങനെയാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അങ്ങനൊരു പ്രമുഖ വ്യവസായി കൂടിയാണല്ലോ. 3.5 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം കുറേ കണക്കുകൾ വിട്ടിട്ടുണ്ട് ഇവിടെ, മനസ്സിലായോ? ഇത്ര 40,000 കോടി 60,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നു എന്നുള്ളത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നുള്ളതിനുള്ള ഒരു പ്രൂഫ് തരാമോ? അതായത് ഇന്ന സെക്ടറിൽ ഇത്ര കോടികൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇത്ര തൊഴിൽ വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തത് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതിൻ്റെ കണക്കുകൾ ചോദിച്ചപ്പോൾ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല, മനസ്സിലായോ? ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരളത്തിൽ, ഇപ്പോൾ ഞാനൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിക്കുക, രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പ്രോജക്റ്റ് വെച്ചിട്ട് ഇത്ര ആൾക്ക് തൊഴിൽ, ഇത്ര അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ മിനിമം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അല്ലെങ്കിൽ 10 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല, നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസാണ്. എത്ര ആളുടെ തൊഴിൽ, അപ്പോൾ കമ്പനിയുടെ ആ പ്രോജക്റ്റ് അനുസരിച്ചുള്ള എത്ര ആളുടെ തൊഴിൽ അത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ആ കമ്പനിയുടെ ഇത് ഇതുണ്ടോ? ഞാൻ 3 കൊല്ലം മുമ്പ് ഒരു 300 കോടിയുടെ പ്രോജക്റ്റ് അന്ന് ഞാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സാങ്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഒരു കൊല്ലത്തോളം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നിരന്തരമായിട്ട് എന്നെ വിളിച്ചു, അതിൻ്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് തരണം, കാരണം സിംഗിൾ വിൻഡോ പ്രിൻസിലുള്ള ഇതാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം ഗവൺമെൻറ് ഈ പറയുന്ന സാങ്ഷൻ വന്നില്ല, മനസ്സിലായി. ആ 300 കോടിയും ഈ പറയുന്ന 40,000 കോടിയിലുണ്ടാവും. ഏത് കമ്പനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഞാൻ കൊടുത്ത പ്രോജക്റ്റ് അതൊരു ഇൻ്റഗ്രേറ്റഡ് അഗ്രി ഫാമിംഗ് ആയിരുന്നു, മനസ്സിലായോ? ആ പ്രോജക്റ്റ് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ കൊണ്ടുവന്നുകൊണ്ട് ഹിൻഡുവിൻ്റെ റിപ്പോർട്ട് എൻ്റെ ഉണ്ട്. ഇത് എല്ലാ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് കൊണ്ടുവരണം, അപ്പോൾ കൃഷി ഇവിടെ നന്നായിട്ട് വികസിക്കുന്നുണ്ട് അവർ ആ വർഷത്തെ പ്ലാനിൽ കൊണ്ടുവന്നു. പക്ഷേ ഇതുവരെ സാങ്ഷൻ വന്നിട്ടില്ല. ഇത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി മോഹൻ അറിയാം, മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് അതുമാതിരി പഴയ ചീഫ് സെക്രട്ടറി എന്ന എബ്രഹാം, അന്നത്തെ അതിന് ശേഷം അദ്ദേഹം കിഫ്ബിയുടെ പോയതിന് ശേഷം ശ്രീ VP ജോയ്, ഇവരെല്ലാം ഞാൻ കണ്ടിട്ട് ഇതിൻ്റെ സാങ്ഷൻ വേണ്ടി പോയിട്ടുള്ളതാണ്. എത്രയോ പ്രാവശ്യം ഈ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കണ്ടിട്ടുണ്ട്, കൂടാതെ അഗ്രികൾച്ചർ മിനിസ്റ്ററേറ്റ് ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതിൻ്റെ സാങ്ഷൻ ബാക്കിയൊക്കെ. ഞാൻ അതിൻ്റെ പിന്നെ ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഏതാണ്ട് 2 കൊല്ലത്തോളം അതിൻ്റെ റിപ്പോർട്ട്സ് മുകളിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി, അവിടുന്ന് താഴോട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഈ തൃശ്ശൂർ ജില്ല ഈ കളക്ടർ മുതൽ പിന്നീട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലായിടത്തും പോയിട്ട് റിപ്പോർട്ടുകളൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു സാങ്ഷൻ വന്നിട്ടില്ല. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. നമ്മൾ പറയുമ്പോൾ ഇത്ര കമ്പനി രജിസ്ട്രാർ നിന്ന് എടുക്കാൻ നിങ്ങൾക്ക് ഇത്ര കമ്പനി രജിസ്റ്റർ ചെയ്തു, അതിൽ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഇത്ര ജോലി ഉണ്ട് എന്നുള്ളത്. പക്ഷേ വന്നിട്ടുണ്ടോ? ഈ വരാത്തതിനെ പറ്റി നമ്മൾ കണക്ക് പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത്? പിന്നെ നിങ്ങൾ ഏത് ഓർഗനൈസേഷൻ, ഇപ്പോൾ CIനെ വിളിച്ചാലും അവർ കുറേ ആൾക്കാർ വരും, ഇത് ചെയ്യും. ടൈ കേരള അതിലും കുറേ ഇൻഡസ്ട്രീസ് വരും. അവർക്ക് എല്ലാ കൊല്ലം എനിക്ക് KSIDC ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് 4-5 അവാർഡ് തന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഉമ്മൻചാണ്ടിയുള്ള പോകുന്നുണ്ട്, പിന്നീട് കുഞ്ഞാലിക്കുട്ടി വേറെ KSIDC തന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തും P രാജീവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ KSIDC ഒരു അവാർഡ് ഇപ്പോൾ എനിക്ക് അടുത്ത് തന്നു, മനസ്സിലായോ? സക്സസ്ഫുൾ എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് ലോൺ എടുത്ത് തിരിച്ചടച്ച് നല്ലത് നടത്തിയെന്നുള്ള നിലയ്ക്ക് ഫാൽക്കൻ്റെ ഇതിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അത് നടത്തിക്കൊണ്ട് ഇൻഡസ്ട്രി വരുന്നുണ്ടോ? കുറേ ആൾക്കാരെ വിളിച്ച് ചായ കൊടുത്തുകൊണ്ട് ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് എന്ത് കാര്യമുണ്ട്? അവിടെ അല്ല. ഇൻഡസ്ട്രി വരണമെങ്കിൽ
കേരളത്തിന് ഇനി മാറ്റങ്ങൾ വരണം. അപ്പം കണക്ക് പുറത്തുവിട്ടാൽ കൃത്യം നമുക്കറിയാം. ടീകോമിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. ഈ വ്യാവസായിക രംഗത്ത് വലിയൊരു തിരിച്ചടി സംസ്ഥാനം നേരിടുകയാണല്ലോ. എന്നാലും ക്രിയാത്മകമായ വിമർശനങ്ങൾ വളരെ കുറച്ച് കോണുകളിൽ നിന്ന് മാത്രമാണ് ഉയരുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും വിമർശിച്ചാൽ, പ്രത്യേകിച്ച് വ്യാവസായിക വകുപ്പിനെയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാൽ അവർ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നു, അവർക്ക് നേരെ പിന്നീട് പ്രത്യാക്രമണമാണ്, സൈബർ, അങ്ങനെ അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? അല്ല, ആരും മിണ്ടാത്തത് കൊണ്ടാണ്. ഒരു പരാതി മാത്രമേ ഇതൊരു രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഈ ടൈഗറിലോ മറ്റേതിലോ വന്നപ്പോൾ ഇൻഡസ്ട്രി മിനിസ്റ്റർ പറഞ്ഞു. ആരും പറയില്ല. ഒരുപക്ഷെ ആ ഒരു പരാതി പറഞ്ഞുള്ള ഞാനായിരിക്കും പരാതി എഴുതി കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി, വേറെ ആരും തയ്യാറില്ല. ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പിന്നെ വളരെ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ആരും പേടിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നില്ല. ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ സർവീസ് സെക്ടറാണ് ഞാൻ തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ എനിക്ക് ആരും അങ്ങനെ പേടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കേരള ചേമ്പറിൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്നു, സ്റ്റേറ്റ് പ്രൊഡക്റ്റ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു, ജില്ലാ ബാങ്കിലുണ്ടായത്. അപ്പോൾ ഈ മേഖലകളിലും പിന്നെ രാഷ്ട്രീയത്തിലുണ്ടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ മടിയില്ലാതെ പറയുന്നു. അതുപോലെ പറയാൻ ആർക്കാ ധൈര്യം? അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ അവരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് തുറന്നു പറയാൻ ധൈര്യമില്ല, പറയില്ല. പക്ഷേ അങ്ങനെ തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് സത്യം. പോയ വാരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലും അതുപോലെ തന്നെ നിലപാടുകളും തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.